കുഞ്ഞളിയ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോരെ? ഇനിയിപ്പം മാനാഭിമാനങ്ങൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല വൃന്ദ. അവളെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. പ്രേമയും പാർവതിയും രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്നതാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല, പക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഈ കാണാതാവുന്നതിന്റെ പിന്നിലും ഒരാൾ തന്നെ ആയിരിക്കില്ലേ? ശരത്തിനെയാണ് ദേവിക്ക് സംശയം. കൊല്ലും ഞാൻ അവനെ. എന്റെ പ്രേമയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ അവനെ ഞാൻ വെച്ചേക്കില്ല. അതിന് അവനാണെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ വേറെ പ്രൂഫൊന്നും ഇല്ലല്ലോ. നമ്മൾ വെറുതെ അനുമാനിക്കുന്നു. അങ്ങനെ ആയാലോ ഒന്ന് ചിന്തിക്കുന്നു. ചിലപ്പോ അത് ശരിയാവാം. ശരിയാകാനാണ് സാധ്യത. അല്ലാതെ അവരെവിടെ പോകാനാ? എങ്കിലും ഒട്ടും താമസിക്കണ്ട കുഞ്ഞളിയ. നാളെ തന്നെ പരസ്യം വരണം. കാശ് നോക്കണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ വരട്ടെ. ശരി. അമൃതം കുളിച്ചില്ലേ? സിത്തു ഒറ്റയ്ക്ക് പോകണ്ട. അത് ശരിയാ. നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാൻ മണം പിടിച്ച് നടക്കുന്ന ചിലരുണ്ടിവിടെ. അവര് വാർത്ത ചൂടോടെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. മനസ്സിലാവുന്നുണ്ട് മോള് പറയുന്നതിലെ അപകടം. സൂക്ഷിക്കണം നീ അങ്ങോട്ട്. ചോര കൊണ്ട് കളിക്കാൻ തുടങ്ങി ശത്രുക്കള്. നമ്മുടെ കൂട്ടത്തിലും ആളെണ്ണം കുറയാതെ നോക്കണം. ആ പേടിയൊന്നും എനിക്കില്ല അച്ഛാ. ചാവാനും വേണ്ടി വന്നാൽ കൊല്ലാനും തയ്യാറായി നടക്കുകയാണ് ഞാൻ. അമിതമായ ആത്മവിശ്വാസം അതൊന്നും വേണ്ട. അത് അപകടം വരുത്തും. അവര് നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്ത്രപരമായിട്ട് വേണം ഓരോ സ്റ്റെപ്പും എടുക്കാൻ. പേടിക്കണ്ട, ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. വാളിയാ പോ. ശരി. ആ ശരി. ശരി. മോളകത്തോട്ട് വാ. ഒന്ന് നിന്നടി. പോണില്ലേ? പോണം. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നെന്ന്. അതിന് ഞാൻ നീയല്ലല്ലോ. മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാ. അത് കോടതി പരിഗണിക്കും, ഡിവോഴ്സ് അനുവദിക്കുകയും ചെയ്യും. എന്നാലും നീയും സിദ്ധുവേട്ടനും തമ്മിൽ ഒരിക്കലും ഒരുമിക്കാൻ പോകുന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, എനിക്കേ അറിയൂ. എനിക്ക് പറ്റിയൊരബദ്ധം. ആ ഒരൊറ്റ കാരണം കൊണ്ടാടി നീ ഇവിടെ നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും. പിന്നെ ഞാനൊരു തീരുമാനം എടുത്താലും ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും ഒന്നിക്കേണ്ടവരാണെങ്കിൽ ഒന്നിക്കുക തന്നെ ചെയ്യും. അതിനെ എതിർക്കാൻ നീ ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. എത്ര ജന്മം ജനിക്കാനും ഞാൻ തയ്യാറാണെങ്കിലോ? നായാവേണ്ടി വരും. ആവാം. നരിയും പുഴുവും ആവേണ്ടി വരും. ആവാം. പിന്നെ വേണ്ടി വരും ഒരുപാട് ജന്മങ്ങള്. സ്വപ്നം കാണാനേ ഏത് ദേവികയ്ക്കും അവകാശമുണ്ട്. പക്ഷെ അത് നടക്കണമെന്ന് മാത്രം വാശി പിടിക്കരുത്. കണ്ടില്ലേ പെട്ടെന്നൊരു ദിവസം ഓരോരുത്തരെ കാണാതാവുന്നത്? ഇപ്പൊ പ്രേമേച്ചി, പാർവതി, നാളേത് നീ ആയിക്കൂടൊന്നും ഇല്ല, സിദ്ധുണ്ണായിക്കൂടൊന്നും ഇല്ല. കാണാതാവുന്നത് മുഴുവൻ ഞങ്ങൾ. നിങ്ങളിൽ ആരും അപ്രത്യക്ഷമാവുന്നുമില്ല. അതിലൊരു രസക്കേടില്ലേ ചന്ദ്രേ? ഒരു പൊരുത്തക്കേടില്ലേ? സാരമില്ല, അത് പരിഹരിക്കാനാണല്ലോ സിദ്ധു പോയിരിക്കുന്നത്. ഉടനെ തന്നെ പ്രതിവിധി ഉണ്ടാവും. പ്രിവെൻഷൻ. സിദ്ധുണ്ണ എങ്ങോട്ടാ പോയത്? നിനക്കല്ലേ വീട്ടിലെ അധികാരം? നീ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞോളാം. തീക്കൊള്ളി കൊണ്ട് വെടിമരുന്ന് പുരയിലിരുന്ന് തല ചൊറിയിരുന്നെന്ന് പറയണം സിദ്ധുണ്ണോട്. പറയാം.
ഫാമിലി മാറ്റർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ ചില പരിമിതികളൊക്കെ ഉണ്ട്. പൊന്നുമണി ഇവിടെ ഒരു പരാതി തന്നിട്ട് അതിലാവശ്യം എന്താണെന്ന് അറിയും. പൊന്നുമണിക്ക് കൂടി അവകാശപ്പെടുന്ന വീടും സ്ഥലവും നിങ്ങൾ കയ്യേറിയെന്നാണ്. അതെന്റെ വീടാണ് സർ. അതെങ്ങനെ നിങ്ങളുടെ മാത്രം വീടാവും? അത് പൂർവിക സ്വത്തല്ലേ? അതില് നിങ്ങളുടെ അമ്മയ്ക്കും എന്റെ അച്ഛനും തുല്യ അവകാശമല്ലേ? ആണോ? ആണ് സർ. എന്റെ അച്ഛൻ ഇപ്പൊ എവിടാണെന്ന് പോലും അറിയില്ല. അച്ഛന്റെ ഷെയർ എനിക്ക് വേണം. ഓ, ഇതിനു വേണ്ടിയാണോ എന്നെ ഇവിടം വരെ വരുത്തിച്ചത്? അത് നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ യാതൊരു മടിയില്ലാതെ എടുത്ത് തന്നേനല്ലോ. എന്നിപ്പൊ പറയും. നേരിട്ട് ചോദിച്ചാ അപമാനിച്ചു വിടും. നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തന്നെ കിട്ടും. അതിലൊരു കുറവും ഞാൻ വരുത്തില്ല. എന്ന് വെറുതെ വാഗണ്ടോ പറഞ്ഞാ പോരാ, കടലാസിലെഴുതി ഒപ്പിട്ട് തരണം. നിന്നോട് ചോദിച്ചില്ല. മാന്യന്മാര് സംസാരിക്കുന്നിടയ്ക്ക് ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടല്ലോ. മിണ്ടാതെ അവിടെ കൂടെ അടങ്ങി ഒതുങ്ങി ഇന്നോണം. അല്ല സാർ, ഞാൻ പൊന്നുമണിയുടെ ഫ്രണ്ടാണ്. അതൊക്കെ സ്റ്റേഷന്റെ പുറത്ത്. ഇവിടെ കക്ഷികൾ മാത്രം സംസാരിച്ചാൽ മതി. ഓ, സ്വത്ത് കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സർ. ഞാനത് കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ നമുക്കതൊരു എഗ്രിമെന്റ് ആക്കിയാലോ? ആക്കാം. എന്തായി? എന്തായി? എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നാളത്തെ എല്ലാ പ്രധാന ദിനപത്രങ്ങളിലും പ്രേമേച്ചിയുടെയും പാർവതി അമ്മയുടെയും കാണാനില്ലെന്ന പരസ്യം നല്ല പ്രാധാന്യത്തോടെ വരും. കാശ് കുറെ ചെലവായി കാണുമല്ലോ. നിന്റെ അല്ലല്ലോ. പ്രേമിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് മനസ്സിലാക്കാം. അതിന്റെ കൂടെ എന്തിനാ ഇവളുടെ അമ്മായിയമ്മയുടെ പരസ്യം കൂടി കൊടുക്കുന്നത്? ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? രണ്ട് തള്ളന്മാരും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയതാണെന്ന് വിചാരിക്കും. മനസ്സിലെ വൈകൃതമുള്ളവര് അങ്ങനെ വിചാരിക്കും. അല്ലാത്തവരാരും അങ്ങനെ ചിന്തിക്കില്ല.